രാഹുൽ ഗാന്ധി 90-ലധികം തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട വ്യക്തി. ഇത് ലോക റെക്കോർഡ്. ഇന്ത്യയിലെ പൗരത്വ കേസിൽ കുരുക്കിലാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനിലേക്ക് പോയാൽ അവിടെ തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിക്കാം. വേണമെങ്കിൽ അവർ പ്രധാനമന്ത്രി വരെയാക്കും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തവണ തോൽവി ഏറ്റുവാങ്ങിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പരിഹസിച്ച് BJP നേതാവ് അജയ് അലോക്. തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 90-ലധികം തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. ഇത് ലോക റെക്കോർഡാക്കി അടയാളപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് രാഹുലിനോട് താല്പര്യമില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ച് അതിർത്തിക്കപ്പുറത്ത് മത്സരിക്കട്ടെ എന്നും അലോക് കൂട്ടിച്ചേർത്തു. അദ്ദേഹം പാകിസ്ഥാനിൽ വളരെയധികം ജനപ്രിയനാണ്. ഷാഹിദ് അഫ്രീദി പോലും അദ്ദേഹത്തെ പ്രശംസിക്കുന്നു. ഇന്ത്യയിൽ ഇനി അദ്ദേഹത്തിന്റെ ആവശ്യകത എന്താണ്? അലോക് മാധ്യമങ്ങളോട് പറഞ്ഞു. തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ പര്യടനം വെറും രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും അലോക് കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിൽ പോകുമ്പോൾ സ്വന്തം നാട്ടിലെത്തുന്ന പ്രതീതിയാണെന്ന് രാഹുലിന്റെ ഉപദേശകനായ സാം പിത്രോദ ഈയിടെ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. ആദ്യം കോൺഗ്രസിന്റെ മുഖം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ യാത്ര നടത്തി. പിന്നീട് തേജസ്വിക്ക് വേണ്ടി യാത്ര നടത്തുന്നു. ഇതിന്റെ അവസാനം ജയിലിലാകാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ച RJD അഴിമതിയും കുറ്റകൃത്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു പാർട്ടിയാണെന്ന് അലോക് ആരോപിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം അഴിമതി നിറഞ്ഞ കുടുംബമാണ്. രോഹിണി ആചാര്യ ഒഴികെ എല്ലാവരും ജാമ്യത്തിലാണ്. അവരും ഒടുവിൽ കേസുകളിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്നും അലോക് പറയുന്നു. ആദ്യം കോൺഗ്രസിന്റെ മുഖം സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു. പിന്നീട് തേജസ്വിക്ക് വേണ്ടി യാത്ര നടത്തുന്നു. ഇതിന്റെ അവസാനം ജയിലിലാകാനാണ് സാധ്യത. ഈയിടെ പ്രധാനമന്ത്രി മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് RJDക്കെതിരെയും അലോക് പ്രതികരിച്ചു. RJD അഴിമതി നിറഞ്ഞ ഒരു പാർട്ടിയാണ് എന്നതിൽ അതിശയിക്കാനില്ല. അതാണ് അവരുടെ സ്വഭാവം. അവർ ക്ഷമ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ബീഹാറിലെയും രാജ്യത്തെയും ജനങ്ങൾ ഇവരെ സദാ നിരീക്ഷിക്കുന്നു. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിനുള്ളിലെ പിളർപ്പിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. GST പരിഷ്കാരങ്ങളെ കുറിച്ച് അലോക് തന്റെ വിലയിരുത്തലും പങ്കുവച്ചു. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം അഴിമതി നിറഞ്ഞ കുടുംബമാണ്. അതിജീവനത്തിനായി ഏറ്റവും ദുർബലനായ ഒരാളെ കഴുകന്മാർ ആക്രമിക്കുന്നത് പോലെയാണിത് എന്നും അലോക് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് അതേസമയം കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. പുതുതലമുറയായ ജെൻസിയെ ലക്ഷ്യം വെച്ചാണ് രാഹുൽ എക്സിൽ ഒരു പുതിയ പോസ്റ്റ് പങ്കുവച്ചത്. ഇന്ത്യയുടെ ജെൻസി ഭരണഘടനയും ജനാധിപത്യത്തെയും രക്ഷിക്കും. ഞാൻ അവർക്കൊപ്പം നിൽക്കും എന്നാണ് രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തത്. രാജ്യത്തെ യുവാക്കൾ, രാജ്യത്തെ വിദ്യാർത്ഥികൾ, രാജ്യത്തെ ജെൻസി അവർ ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കും. വോട്ട് മോഷണം അവസാനിപ്പിക്കും. ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നത്. പോസ്റ്റ് പുറത്തു വന്നതിനു പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തുന്നത് കലാപാഹ്വാനമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം വന്നു. നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിന് സമാനമായി ഇന്ത്യയിലെ പുതുതലമുറയെ തെരുവിലിറക്കി അധികാരം പിടിച്ചെടുക്കാനുള്ള രാഹുലിന്റെ ശ്രമം ഒരിക്കലും നടക്കില്ല എന്നും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ജോർജ് സോറസ് ഇന്ത്യയിൽ വെറും ഒരു BJP സർക്കാരിനെ അട്ടിമറിക്കാനായിരുന്നില്ല ചുക്കാൻ പിടിച്ചത്. ബംഗ്ലാദേശ്, സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മോഡലിൽ ജനാധിപത്യം അട്ടിമറിച്ച് വിമത ഭരണത്തിനു വേണ്ടി ചുക്കാൻ പിടിക്കുകയായിരുന്നു. മഹാലയ നവരാത്രി ഉത്സവ സമയത്ത് പ്രധാനമന്ത്രി മോദി നടത്തുന്ന പ്രസംഗങ്ങൾ ആളുകൾക്കിടയിൽ BJPയുടെ പിന്തുണ കൂട്ടുകയാണ്. ഒഡീഷയിലെ സ്കൂളുകളിൽ ഭഗവത്ഗീത വായിക്കാനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ സംസ്കാരത്തെയും രാഷ്ട്രത്തെയും ഓർമ്മിക്കുന്നത് തെറ്റല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകളും രാഹുൽ ഗാന്ധിയുടെ പാകിസ്ഥാനോടുള്ള പ്രീണന നയങ്ങളും ഒക്കെ വെച്ചു നോക്കുമ്പോൾ അജയ് അലോകിന്റെ ഈ ഒരു പ്രസ്താവന വളരെയധികം ശരിയാണ് എന്ന വിലയിരുത്തലാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഇന്ത്യയിൽ നിന്നിട്ട് കാര്യമില്ല. എന്നാൽ ഇനി പാകിസ്ഥാനിലേക്ക് പോയാൽ അവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണാധികാരിയാകാനും പാകിസ്ഥാനെ നയിക്കാനും സാധിക്കും. അതുതന്നെയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം മെച്ചമായ കാര്യം എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.